ഹലോ, വെൽക്കം ടു എസ്സാസ് വേൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പറമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പച്ചക്കായായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് ബനാന ചിപ്സൊക്കെ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നും ബേക്കറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ അതിനായിട്ട് ഏറ്റവും വലിയ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് പുറത്തോട്ട് ഗൾഫിൽ അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തേക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കായും മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കുറച്ച് മഞ്ഞൾ വെള്ളം അതേപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തൊലി പൊടിച്ചതിന് ശേഷം ഈ പച്ചക്കായ അതിലിട്ട് വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൊലി പൊരിച്ച പച്ചക്കായ എല്ലാം കൂടിയിട്ട് മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുറത്ത് വെച്ചിട്ടാണ്, അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ബനാന ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പ് സ്ലൈസറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പച്ചക്കായൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കാനും പോകുന്നത്. ചിപ്സ് നന്നായി മൊരിഞ്ഞ് വന്നാൽ ഇങ്ങനെ പൊന്തി കിടക്കും. ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വെച്ച് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ചിപ്സിലൊക്കെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞ കളറൊക്കെ വരുന്നത്. അങ്ങനെ എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിൽ വറുത്ത് കോരി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ ബനാന ചിപ്സും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നല്ല ക്രിസ്പി അതേപോലെ തന്നെ ടേസ്റ്റുമാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും നല്ല കട്ട് കുറവിലാണ് നമുക്കിവിടെ ഈ സ്ലൈസറിൽ വെച്ച് കിട്ടുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ എല്ലാതും ഓരോന്നായിട്ട് ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. കമൻസിലൂടെ